അപ്പൊ SIR ഫോമിൽ നിന്ന് പുറത്താക്കപ്പെട്ട 24 ലക്ഷം പേരും അതുപോലെ തന്നെ കരട് പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് പറയുകയാണെങ്കിൽ മാപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ പേരുടെ ലിസ്റ്റും ഓൾറെഡി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 4 മണിക്ക് അതിന്റെ വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട്, കാരണം വെച്ചാൽ എക്സാക്ട്ലി ഏതൊരു രീതിക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് പലർക്കും കൺഫ്യൂഷൻ ആണ്. അതായത് ഈവൻ SIR ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കുക, അങ്ങനെ ഒരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രോപ്പറായിട്ട് ഏത് ചാനലിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരട് പട്ടികയിൽ ഉൾപ്പെടാനും, കരട് പട്ടിക ഓൾറെഡി പ്രഖ്യാപിച്ചു, ഒറിജിനൽ പട്ടികയിൽ ഉൾപ്പെടാനും, അതേപോലെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, പുറത്താക്കപ്പെട്ടവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്കിപ്പോ ഇൻ കേസ് മാപ്പിംഗ് ചെയ്യേണ്ട സമയത്ത് വേണ്ട വരിക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഹിയറിംഗ് നോട്ടീസ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്, ഇതിന്റെയൊക്കെ ഏകദേശം അവലോകനം ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കാം, പക്ഷേ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കുക, ഈവൻ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബോ അതേപോലെ ഫോളോയോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഇതുപോലെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന കുറച്ച് ഭാഗങ്ങൾ നല്ലൊരു കുറെ വീഡിയോസ്, കാരണം വെച്ചാൽ കുറച്ച് ഫിനാൻഷ്യലും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് SIR ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ആക്ച്വലി ഇതിനകത്തെന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരട് പട്ടികയിൽ ഇല്ലാത്ത ഏകദേശം 24,80,000 പേരാണ് കരട് പട്ടികയിൽ തന്നെ പുറത്തായിരിക്കുന്നത്. അപ്പൊ കരട് പട്ടികയിൽ പുറത്താകുക എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ്. പിന്നെ മാപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ട് കിടക്കുന്നത് ഏകദേശം 19,32,000 പേരാണ് വരുന്നത്. അതേപോലെ ഹിയറിംഗ് നോട്ടീസും 19,32,000 പേർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് അപ്പീൽ ചെയ്യാനോ ക്ലെയിം ചെയ്യാനോ പറ്റുന്ന പീരീഡ് എന്ന് പറയുന്നത് ജനുവരി 22 വരെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പൊ കരട് പട്ടിക പ്രഖ്യാപിച്ചത് ഡിസംബർ 22-നായിരുന്നു. അപ്പൊ 23 മുതൽ ജനുവരി 22 വരെയാണ് പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയം. ഫെബ്രുവരി 14 വരെ പരാതികളുടെ ഹിയറിംഗ് പൂർത്തിയാക്കേണ്ട സമയമാണ്. അതായത് ഇപ്പോൾ കറന്റ്ലി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫെബ്രുവരി 21-ന് നമ്മുടെ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്സും അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളവിടെ ഈ കൊടുക്കാനുള്ള ലിങ്കുകൾ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണുക, അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോവാം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം എന്ന് പറയുന്നത് 24,80,000 പേരെ ഇന്നത് പുറത്താക്കിയിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പുറത്താക്കിയത്, അവർക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതായത് 24 ലക്ഷം പേര് പുറത്താക്കിയെന്ന് പറഞ്ഞു, അവർ പല കാരണങ്ങൾ കൊണ്ടാണ് പുറത്താക്കിയത്, അവർക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, വീണ്ടും നമ്മുടെ എൻറോൾമെന്റിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ നാട് കടത്തോ, ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടല്ലോ. ഒരുപാട് പേര് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡൗട്ട്സ് എന്നോട് കുറെ പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഏകദേശം 24 ലക്ഷത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം, എനിക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. സോ ഒന്ന് കേട്ട് നോക്കുക അത്രമാത്രം. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BLOമാരുടെ അടുത്ത് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. ദെൻ അക്ഷയ സെന്ററിൽ ചോദിച്ചാലും ഇതിന്റെ ഒരു പരിധി വരെയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും. വില്ലേജ് ഓഫീസിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈവൻ നിങ്ങളൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബെറ്റർ ആയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന അറിയാം. പക്ഷെ അതേപോലെ തന്നെ നല്ല പുതിയ ടോപ്പിക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയുള്ള ഓപ്ഷൻസ് തരാനാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഏകദേശം 24,80,000 പേരാണ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ കരട് പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് 24,80,000 പേര് പുറത്തായെന്നാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ളവർ, അതായത് നമ്മൾ മരിച്ചിട്ടുള്ളവരെ ഇതിനകത്ത് ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കിയിരിക്കുന്ന 6,49,000 പേരെയാണ് മരിച്ചു എന്നുള്ള കാരണത്താൽ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ള കുറെ പേരുണ്ട്. അതായത് സ്ഥിരതാമസ സ്ഥലത്ത് നിന്ന് മാറിയവര്, അത് 8,16,000 പേരാണ്. അപ്പോ ആ ഒരു ചേഞ്ച് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതായത് സ്ഥിരതാമസമാക്കിയ സ്ഥലത്ത് നിന്ന് മാറിയവരാണ് അവര്. അപ്പൊ ആ ഒരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് പറയുന്നത് ട്രേസ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ സാധിക്കാത്തവർ, അത് 6,45,000 ആണ്. അപ്പോൾ സ്വിച്ച് ഓവർ ചെയ്ത് വേറെ ലൊക്കേഷനിലേക്ക് മാറിയവരായിരിക്കാം. അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ഏകദേശം 1,36,000 പേരും, അതേപോലെ മറ്റു ചില കണ്ടെത്തൽ പ്രശ്നങ്ങൾ 1,60,60,000 പേരും ആണ് വരുന്നത്. ഈ 1,60,60,000 പേരിൽ
നമുക്ക് ആ ഒരു സമയത്ത് കണ്ട കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കുറെ പേര് ഫോം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഈ 24 ലക്ഷം പേര് പുറത്തായോ, അവർക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയിലേക്ക് വരത്തില്ലേ, എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ? തീർച്ചയായിട്ടും 24,08,000 പേരെ പുറത്താക്കുന്നില്ല. ആക്ച്വലി അവർക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോയുടെ അവസാനം, ഫസ്റ്റ് നമുക്ക് കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാണ് പുറത്താക്കിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ഇവർക്ക് എങ്ങനെ റീ അപ്ലൈ ചെയ്യാമെന്നും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ ഇവർക്ക് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ആഡ് ആവാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് നമുക്ക് കരട് പട്ടിക പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ ഇല്ലാത്ത. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ 19,32,000 പേരെ നോൺ മാപ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നോൺ മാപ്ഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ ഫാദറോ മദറോ ആരെങ്കിലും ഇവിടെ ജനിച്ചിട്ടുള്ളവരോ അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, അതായത് അവരുടെ പേര് ചോദിച്ചിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് ഓൾറെഡി ആ ഫോമിൽ കൊടുത്തിട്ടുണ്ട്, SIR ഫോം കൊടുത്തിട്ടും അവര് നോൺ മാപ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതായത് അവരുടെ ഫാദർ മദർ ഇവിടെ വോട്ടേഴ്സ് ഐ ഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു ഇതാണ്. അപ്പൊ അവരെയാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇനി ഒരു വെരിഫിക്കേഷന്റെ ആവശ്യത്തിനായിട്ട് വിളിക്കുന്നതെന്ന് പറയുന്നത്. അത് വലിയൊരു വെരിഫിക്കേഷൻ അല്ല, യൂഷ്വലി നമ്മൾ കേൾക്കുന്ന പോലെ ഒരു വെരിഫിക്കേഷൻ അല്ല. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് അത് ബൂത്ത് ലെവലിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. BLO ആയിരിക്കും അതിന്റെ മെയിൻലി വരുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് BLO തന്നെയായിരിക്കും വരുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്, പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പൊ അത് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പോ ബൂത്ത് ലെവൽ ഓഫീസറാണ് BLO എന്ന് ഉദ്ദേശിക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർ ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽ പറയുന്നത്. അപ്പോൾ 19,32,000 പേരാണ് നോൺ മാപ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവർ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഓർ അഡ്രസ് ഓർ പേരന്റ് ഡീറ്റെയിൽ എന്നിവയുമായി ലിങ്ക് ഓർ ബാക്ക് ട്രാക്കിംഗ് അതുപോലെ മാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാത്തവരെയാണ് ഈ ഒരു ലിസ്റ്റിൽ എന്താ പറയുന്നത്, നോൺ മാപ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇവർ പുറത്തായെന്നല്ല, ഇവർക്ക് ചില ഡോക്യുമെന്റ്സ് നീഡഡ് ആയിട്ട് വരുന്നുണ്ട്. ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനാണ് ഇവിടെ ഡയറക്റ്റ്ലി ചെല്ലാൻ പറഞ്ഞത്. അല്ലാണ്ട് അവിടെ ക്വസ്റ്റനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, അങ്ങനെ ഒരു കാര്യമല്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ജസ്റ്റ് അവർ 1-2 ഡോക്യുമെന്റ്സ് പറയുന്നത്, അത് പല ഏജ് കാറ്റഗറിയിലും ഡിഫറെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ അറിവ് വെച്ചിട്ട് 2004 ശേഷം, ജൂലൈ ആണെന്ന് തോന്നുന്നു, 2004 ജൂലൈക്ക് ശേഷമുള്ളവർക്ക് അച്ഛന്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. 2004 മുമ്പ് ഏകദേശം 1987 ജൂലൈ വരെ മുതലുള്ള 2004 വരെയുള്ളവരുടെ ഞാൻ തോന്നുന്നു, അവിടെ ആരെങ്കിലും ഒരാളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അതിനു മുമ്പുള്ളവരുടെ ആധാർ കാർഡോ ID കാർഡോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നോടെ നോക്കാം. അപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതിരുന്നത്, അതായത് ഇൻ കേസ് ഗൾഫോ അതർ സ്റ്റേറ്റ് ഒക്കെ ആയിട്ടുള്ളവരുടെ ഈ പറയുന്ന നോൺ മാപ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 2002 ഡീറ്റെയിൽസ് മാച്ച് ചെയ്യാൻ പേരന്റ് ഇൻഫോ ലഭിക്കാതെ പേര് കണക്ട് ചെയ്യാനാവാത്തതാണ് ഇതിനകത്ത് നോൺ മാപ്പിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് പേരന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. മെയിൻലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് മെയിൻലി ചോദിക്കുന്നത്. 2 ഡോക്യുമെന്റ്സ് ആണ് പ്യുവർലി എല്ലായിടത്തും ചോദിക്കുന്നത്. പക്ഷെ ഓരോ ആളുകളുടെ ബേസ് ചെയ്തിട്ട് കുറച്ച് വേരിയേഷൻസ് കാര്യങ്ങളുണ്ടാവും. BLO ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ബൂത്ത് ലെവൽ ഓഫീസറാണ് ഈ പറയുന്ന ഡോക്യുമെന്റ്, അതായത് ഈ ഫോം നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നെ അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം പറയും. എല്ലാവരും ഇത് കൊടുക്കേണ്ട, നമുക്ക് നോട്ടീസ് വരും. അതായത് ഏകദേശം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതിനകത്തുള്ള 19,32,000 പേർക്ക് മാത്രമാണ് ഇവിടെ വെരിഫിക്കേഷന്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പർപ്പസ് വേണ്ട വരുന്നുള്ളൂ. അവർക്ക് നോട്ടീസ് വരും. ഇപ്പോഴത്തെ ഒരു കണക്കിന് ഏകദേശം 1,00,000 ആളുകൾക്കാണ് ഇതുപോലെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന സംഭവം കൊടുത്തിട്ടുള്ളത്. അതൊരു 10,000 പേർക്ക് അത് റിസീവ് ചെയ്തിട്ടുള്ളൂ, 10,000 പേർക്ക് റിസീവ് ചെയ്തിട്ടുള്ളൂ. ദെൻ റിസീവ് ചെയ്യുന്നതിന്റെ മുറയ്ക്കാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹിയറിംഗിന്റെ ആവശ്യം, അതിന്റെ കാര്യങ്ങൾ പറയാം. അതായത് ഒരാൾ SIR ഫോമിൽ നോൺ മാപ്ഡ് അല്ലെങ്കിൽ ഫോം സബ്മിറ്റ് ചെയ്ത് ശരിയല്ലെങ്കിൽ ഹിയറിംഗ് റിക്വയർമെന്റ് ഉണ്ടാവും. ERO ഓർ DEO ആണ് തീർക്കുന്നത്. മാത്രമല്ല ഏതാനും പേർ നേരിട്ട് ഹിയറിംഗ് ആവശ്യമില്ല. അനുവദിച്ച ഡോക്യുമെന്റ്സ് ശരിയായാൽ അതുകൊണ്ട് തന്നെ അതിന് CEO ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് എത്തിയാൽ മതി. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, വിദേശത്തുള്ളവർ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്ഥലം മാറി വന്നവര്, മാരേജ് കഴിഞ്ഞു വന്നവർ, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നുണ്ടാവും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് എല്ലാം തന്നെ പറയുന്നുണ്ടാവും. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മെയിൻലി വേണ്ടത്,
കൂടുതൽ അഡ്രസ് പ്രൂഫ്, അതേപോലെ പേരന്റ് റിലേഷൻ ഡോക്യുമെന്റ്സ്, പിന്നെ അതേപോലെ തന്നെ എയർലിസ്റ്റ് പ്രൂഫ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹിയറിംഗിൽ ആവശ്യപ്പെട്ടാൽ ചെല്ലുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതേപോലെ EROന്റെ ഡേറ്റ്, ടൈം, ലൊക്കേഷൻ പ്രകാരം ഹാജരാകണം എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി ERO ഒരു ഇൻഫോർമേഷനിൽ ഞാൻ വായിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വൺ ടൈം നമുക്ക് ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജെനുവിൻ ഇൻഫോർമേഷൻ ആണെങ്കിൽ 1 more ടൈമോ അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അത് ജെനുവിൻ ആയിരിക്കണം റീസൺ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ 85 വയസ്സും ഫിസിക്കലി ഡിസേബിൾഡും ആയവർക്ക് റെസിഡൻസിൽ തന്നെ ഹിയറിംഗ് നടത്തുന്നതോടെ ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഇതിനകത്ത് വരുന്ന അതർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈവൻ EROന്റെ ഡിസിഷനിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഇൻ കേസ് നമ്മളെ റിജക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, നമ്മൾ രണ്ടാമത് റീവെരിഫിക്കേഷൻ വെച്ച് ആ റിജക്ട് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള സമയത്ത് ആണെങ്കിൽ പോലും അതിന് അതർ ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസിൽ പോവാം. അതേപോലെ CEO കേരളയിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഇൻഫോർമേഷൻ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ സംഭവത്തിലായിട്ട് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് പുതിയതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇത്ര പേരെ പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ, അതായത് ഏകദേശം 24,800,000 പേരെ പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഫോം 6 ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഫോം 6 എന്ന് പറയുന്ന ഓൺലൈനിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളോടെ ഇതിന്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ ഒന്നെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ BLO ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം 6 ഡയറക്ട്ലി ഫില്ല് ചെയ്യാം. ഫോം 6 ഫില്ല് ചെയ്ത് അതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുതിയ പട്ടികയിലേക്ക് ഉൾപ്പെടാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ 24,04,000 പേര് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പുറത്തായപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഫോം 6 ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ വരുന്ന ജനുവരി 22-നകം ഈ ഒരു കാര്യം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന പുതിയ പട്ടികയിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇതേപോലെ വിദേശത്തുള്ളവരാണെങ്കിൽ ഫോം 6A എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നത്. ഫോം 6A എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് കൊടുക്കേണ്ടത്, മറക്കണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ചിലവർ എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ചു ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പൊ ഇൻ കേസ് ബിഫോർ മാരേജ് അവർ വേറെ ലൊക്കേഷനിലായിരുന്നു, ആ സമയത്ത് ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ബിഫോർ മാരേജ് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ പേരില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി നമുക്ക് വോട്ട് ഉണ്ടായിരുന്ന ഒരാളാണല്ലോ, അപ്പോൾ നമുക്ക് ഫോം 6 അല്ല ഫോം 8 ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. മുന്നേ നമുക്കൊരു വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ വോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് വോട്ട് ചേർക്കാനേ ഫോം 6 വരുന്നത്. അതേസമയം മാറ്റം വരുത്താൻ, അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഫോം 8 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോം 8 ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ ഡീറ്റെയിൽ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന ആ ഒരു ലൊക്കേഷനിൽ തന്നെ വരുന്ന നമ്മുടെ ഇവിടെ തന്നെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ വെരിഫിക്കേഷനോ പർപ്പസോ, അതായത് ഫസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞത് 24 ലക്ഷം പുറത്തു പോയവരുടെ കാര്യമാണ്. രണ്ടാമത്തെ കേസാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ 19,07,000 പേരോളമാണ്. ഏകദേശം 18,07,000 കേൾക്കുന്നുണ്ട്, ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അത്രയും പേരെയാണ് ഇനിയിപ്പോ റീവേരിഫിക്കേഷൻ എന്നുള്ള ബേസിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഫോം 6 നൽകാനാണെങ്കിലും ഫോം 8 നൽകാനാണെങ്കിലും ഫോം 6A നൽകാനാണെങ്കിലും ഇതിനകത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വെബ്സൈറ്റ് ഞാൻ പറയാം. voters.eci.gov.in voters.eci.gov.in എന്ന് പറയുന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം 6 ഇൻക്ലൂസീവ് ഓഫ് നെയിം എന്ന് ഉള്ളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഫോം 6 കിട്ടും. ഇത് ബാക്കി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വിശദാംശങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക, ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നതെന്ന് പറയുന്നത്. ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ BLO ഇറങ്ങിയാൽ ഇലക്ഷൻ ഓഫീസർ, അക്ഷയ കേന്ദ്രം, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഫോമൊക്കെ കിട്ടുന്നതാണ്. ആ വഴിക്ക് നമുക്കത് പൂരിപ്പിച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. BLOക്കോ അല്ലെങ്കിൽ ERO ഓഫീസിലോ ഡയറക്റ്റ് ആയിട്ട് സമർപ്പിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓൺലൈനായിട്ടും കൊടുക്കാം, ഓഫ്ലൈനായിട്ടും കൊടുക്കാം. അതിന് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് അതിനകത്ത് എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത്, വയസ്സിനെ തെളിയിക്കുന്നത്, അത് 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SLC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്,
വിലാസത്തിന്റെ തെളിവ്, അതിന് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഓർ വാട്ടർ ബില്ല്, ബാങ്ക് ഓർ പാസ്പോർട്ട് എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുൻപ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ പഴയ എപ്പിക് നമ്പർ ഓർ പഴയ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും കൊടുക്കാനുള്ള ഇൻഫോർമേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഹിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിയറിംഗ് വേണോ? അതായത് എല്ലാവർക്കും ഹിയറിംഗ് ആവശ്യമില്ല. അതായത് രേഖകൾ വ്യക്തമായാൽ ഹിയറിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് പേര് ചേർക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ ERO നമുക്ക് ഡേറ്റ് തരുന്നതായിരിക്കും, അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അപേക്ഷ നൽകിയ ശേഷം അപ്പൊ നിങ്ങൾക്ക് നോർമലി അതിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ വേണ്ട വരുമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഡയറക്ട്ലി നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതിന്റെ ബേസിൽ മാത്രം നിങ്ങൾ ഡയറക്ട്ലി അവിടെ പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഇതിന് കൺഫ്യൂഷൻ ആവാനോ അല്ലെങ്കിൽ ടെൻഷൻ ആവേണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇപ്പൊ കുറച്ച് പേരിലേക്ക് ഈ പറയുന്ന വെരിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഹിയറിംഗ് നോട്ടീസിൽ കുറച്ച് വ്യക്തത ഇല്ലെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഹാജരാക്കേണ്ട രേഖയിലെ രേഖകൾ കൃത്യമായിട്ട് പറയുന്നില്ല, ഏതൊക്കെ രേഖകളാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇപ്പോ ചെറുതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ 13 നമ്മുടെ നോട്ടീസിൽ വരുന്ന വെച്ചാൽ ഏകദേശം ഒരു 13 ലിസ്റ്റ് ഓഫ് 13, ഇപ്പൊ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ തന്നെ വരുന്ന റേഷൻ കാർഡ് പോലത്തെ കാർഡുകളുടെ ഒരു 13 ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ളത് കൊടുക്കാനാണ് ഇൻഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന സംഭവം നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കറക്റ്റ്ലി പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ വരുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഇതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷനോടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സൗജന്യമായിട്ട് തന്നെ രേഖകൾ കൊടുക്കാനുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് അവ അടിയന്തരമായി ലഭിക്കാനും ഇതിനായി കാലയളവിൽ ഈടാക്കേണ്ടി വരുന്ന ഫീസുകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസുകളിലും സഹായികളെ ഉൾപ്പെടുത്തുമെന്നും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവുമെന്നും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്മാർട്ടിന്റെ സൗകര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കാൻ, അത് ഉദ്യോഗസ്ഥ നിയന്ത്രണം, BLOമാരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, അതിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇപ്പൊ നിലവില് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന സിംപ്ലി പറഞ്ഞ ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ആരും പേടിക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഇൻ കേസ് ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫോം 6 വഴിക്ക് കിട്ടുന്നുണ്ടാവും. അതായത് 24 ലക്ഷം നിങ്ങളുടെ കരട് വോട്ടർ പട്ടിക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുള്ള ഓപ്ഷനും ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം വെബ്സൈറ്റിൽ തന്നെയുണ്ട്, എല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു കാര്യം. അപ്പോ ഇനിയിപ്പോ വാട്ടർ അതോറിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ പുതിയ ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി ഇതിനൊരു സംഗ്രഹം ഞാൻ പറഞ്ഞുതരാം. 24 ലക്ഷം പേരിൽ നിങ്ങൾ കരട് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ 24 ലക്ഷം പേരിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഫോം 6, അതായത് പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ ഫോം 6 കൊടുക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്ഥലത്തിന്റെ മാറ്റോ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫോം 8 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ പുറത്തു പോയിട്ടുള്ള ആളാണെങ്കിൽ ഫോം 6A ആയിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇതാണ് ബേസിക്കലി വരുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ലിസ്റ്റിലുണ്ട്, അതിനുശേഷം ഹിയറിംഗിനെ വിളിപ്പിച്ചേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫുകൾ 13 ID പ്രൂഫിന് അതിന് ഈവൻ നിങ്ങൾക്ക് നോട്ടീസ് വരും. അതിനകത്ത് വരുന്ന ഒരു 13 ഡേറ്റാസ് ആയിരിക്കും വരുന്നത്, അതായത് സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ആയിരിക്കും വരുന്നത്. അതിനകത്തുള്ള സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ടായിരിക്കും പോകേണ്ടത്. പല ഏജ് ഗ്രൂപ്പിലും പല രീതിയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഈ 13 ഡീറ്റെയിലും പറഞ്ഞ് കാണിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. 13 നമുക്ക് ആധാർ കാർഡ് വരുന്നുണ്ട്, SLC ബുക്ക് വരുന്നുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നോർമലി വരുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫർദർ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് നിലവിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഫർദർ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഡേറ്റ്സ് ഓർമ്മിപ്പിക്കേണ്ട ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡിസംബർ 22-ാം തീയതി ആയിരുന്നു കരട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ പരാതികളും ആക്ഷേപങ്ങളും നമ്മൾ സമർപ്പിക്കാനുള്ള സമയമാണ്. ഫെബ്രുവരി 14 വരെ, അതായത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫെബ്രുവരി 14 പരാതികൾ ഹിയറിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതിയാണ്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ഫോം 6A അല്ലെങ്കിൽ 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ പരിഗണിക്കുന്ന ടൈമാണ് ഫെബ്രുവരി 14 വരെ. 22-ന് മുമ്പ് നമ്മൾ കൊടുക്കണം. അതേ മുന്നേ പറയുന്നു. ജനുവരി 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തേക്ക്
നമുക്ക് ഉൾപ്പെടാനാണ് ഈ സകല കാര്യങ്ങളും ഇൻഫോർമേഷൻസും പറഞ്ഞിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.